NDPS ആക്ട് സെക്ഷൻ 31A പ്രകാരം വധശിക്ഷ മാത്രമേ കൊടുക്കാവൂ എന്നുള്ള കഠിനമായ ഒരു നിയമം കൂടി അവിടെ കിടക്കുന്നുണ്ട്. അസോസിയേഷനുകൾ, കുടുംബശ്രീ, ICDS, NSS, NCC, SPC ഒരു കുട്ടിക്ക് സിഗരറ്റോ പുകയില ഉൽപ്പന്നങ്ങളോ മദ്യമോ മയക്കുമരുന്നോ മറ്റ് നിരോധിക്കപ്പെട്ട വസ്തുക്കളോ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമസ്കാരം, സംസ്ഥാന സർക്കാരിൻ്റെ ലഹരി വർജന ദൗത്യമായ വിമുക്തിയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ തലങ്ങളിലും ഹയർ സെക്കൻഡറി തലങ്ങളിലും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ ആരംഭിച്ചുകൊണ്ട് തുടക്കം മുതലേ തന്നെ അതിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു വലിയ ആശയം അതിന് പിന്നിലുണ്ട്. കോളേജ് തലത്തിൽ 2 ക്ലബ്ബുകൾ ആരംഭിച്ചുകൊണ്ട് ഈ ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നേർക്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിലെ മുഴുവൻ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് ക്ലബ്ബ് രൂപീകരിക്കുന്നു. ഹോസ്റ്റൽ ബേസ് ചെയ്ത് ശ്രദ്ധ എന്ന പേരിൽ ഒരു ക്ലബ്ബ് ആരംഭിച്ചിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ സമൂഹത്തിൽ വിവിധ ക്ലബ്ബുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ, അസോസിയേഷനുകൾ, കുടുംബശ്രീ, ICDS, NSS, NCC, SPC എന്നിവയും എല്ലാം കൂടിച്ചേർന്നുകൊണ്ട് ക്ലബ്ബായി പ്രവർത്തിച്ചുകൊണ്ട് അവരോട് ഒപ്പം ചേർന്നുകൊണ്ട് ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികൾ വകുപ്പ് നടത്തിക്കൊണ്ടുവരികയാണ്. കുട്ടികളിലെ കലാകായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സമഗ്രമായ പദ്ധതി തന്നെ എക്സൈസ് വകുപ്പിലൂടെ ചെയ്തു വരുന്നു. പൈലറ്റ് പ്രൊജക്ട് എന്ന് പറയപ്പെടുന്ന പദ്ധതിയാണ് ഉണർവ് എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതി. ബോധവൽക്കരണ ക്ലാസ്സുകളോടൊപ്പം തന്നെ കുട്ടികളെ ചേർത്ത് പിടിച്ച് ചെസ് ടൂർണമെന്റ്, വോളിബോൾ ടൂർണമെന്റ്, ബാഡ്മിന്റൺ ടൂർണമെന്റ്, ക്രിക്കറ്റ് ടൂർണമെന്റ്, ഫുട്ബോൾ ടൂർണമെന്റ്, ലഹരിക്കെതിരെ പെനാൽറ്റി ഷൂട്ടൗട്ട്, മാരത്തോൺ, ക്വിസ് മത്സരങ്ങൾ, ഉപന്യാസ മത്സരങ്ങൾ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ കുട്ടികളെ ലഹരിയിലേക്ക് പോകാതെ വായനയിലൂടെ, അറിവിലൂടെയൊക്കെ വളരാമെന്നുള്ളൊരു സന്ദേശം കൊടുക്കാനും വിമുക്തി പദ്ധതിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിയമങ്ങൾ പല ആളുകൾക്കും അറിയില്ല. എല്ലാവരും വിചാരം ചെറിയ നിയമങ്ങളെന്നാണ്. അപ്പോൾ നിയമങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഏതൊരു മയക്കുമരുന്നിൻ്റെയും ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം കഠിന തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടുമാണ്. ഏറ്റവും ചെറിയ ശിക്ഷ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഏറ്റവും ചെറിയ ശിക്ഷ. ഈ ശിക്ഷ തുടങ്ങി ഇനി ഇതൊരു സ്മോൾ ക്വാണ്ടിറ്റിയിലുള്ള കേസാണെങ്കിൽ മീഡിയം ക്വാണ്ടിറ്റി വരുമ്പോൾ 10 വർഷത്തെ കഠിന തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് അടുത്ത ശിക്ഷയിൽ വരുന്നത്. കഞ്ചാവ് ചെടി വളർത്തിയാലുള്ള ശിക്ഷയും ഈ പറഞ്ഞ 10 വർഷത്തെ കഠിന തടവോ 1 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടുമാണ്. ഈ കേസുകൾക്കൊന്നും ജാമ്യം ഓഫീസിൽ നിന്ന് അപ്പം തന്നെ കിട്ടില്ല. റിമാൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടെന്നുള്ളതും കൂടിയും ചേർത്ത് വായിക്കേണ്ടതാണ്. ഇനി കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിലാണ് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ 20 തുടങ്ങി 40 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാനുള്ളൊരു ചാൻസും കൂടിയും ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ കുറ്റകൃത്യം ചെയ്യുകയും അതിൽ ഗൂഢാലോചന പോലെയുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ 20 മുതൽ 40 വർഷം വരെ തടവ് കിട്ടും. അല്ലെങ്കിൽ സാധാരണഗതിയിൽ കമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ ഏത് മയക്കുമരുന്നാണെങ്കിലും 20 വർഷം വരെ കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും കിട്ടുന്ന നിയമങ്ങളും ഉണ്ട്. ഇനി ഇതോടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. കമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ ഒരു കുറ്റകൃത്യം ആവർത്തിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NDPS ആക്ട് സെക്ഷൻ 31A പ്രകാരം വധശിക്ഷ മാത്രമേ കൊടുക്കാവൂ എന്നുള്ള കഠിനമായ ഒരു നിയമം കൂടി അവിടെ കിടക്കുന്നുണ്ട്. ഇതുകൂടാതെ NDPS ആക്ട് സെക്ഷൻ 28, 29 തുടങ്ങിയിട്ടുള്ള സെക്ഷനൊക്കെ നോക്കിയാൽ കാണാം, ഇതിനുള്ളൊരു ശ്രമം നടത്തിയാൽ പോലും അല്ലെങ്കിൽ ഇതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയാൽ പോലും 10 വർഷം വരെ പ്രോസിക്യൂഷൻ അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞാൽ 10 വർഷം വരെയൊക്കെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു ഒഫൻസായിട്ട് കാണപ്പെടുന്നു. ഇതിൻ്റെ സാമ്പത്തികമായി സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കുറ്റവാളികളെ രക്ഷപ്പെടാനായിട്ട് സഹായം ചെയ്തു കൊടുക്കുന്ന ആൾ, അവരെ ഒളിപ്പിച്ച് കടത്താനായിട്ട് താമസിപ്പിക്കുന്ന ആളുകൾ തുടങ്ങിയ ആളുകൾക്കും 10 വർഷം വരെ കഠിന തടവും 1 ലക്ഷം രൂപ പിഴ വരെയും കിട്ടാവുന്ന ഒഫൻസാണ്. പിന്നെ ഇത് നിരോധിച്ച അത് ആയതുകൊണ്ട് തന്നെ ഇത് കൈവശം വയ്ക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ കൈവശം വയ്ക്കുമ്പോൾ ഇപ്പോൾ ഒരു വാഹനത്തിലാണ് യാത്ര ചെയ്യണമെങ്കിൽ ആ വാഹനവും ഇതോടൊപ്പം തന്നെ പിടിച്ചടക്കും എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി 20 വർഷം വരെ തടവ് ശിക്ഷയൊക്കെ കിട്ടുന്ന ഒരു ഇങ്ങനത്തെ കേസുകളിൽ പെട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഏറ്റവും കുറഞ്ഞത് 180 ദിവസത്തെ റിമാൻഡ് പീരീഡാണുള്ളത്. 180 ദിവസം റിമാൻഡ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാലും വേണമെങ്കിൽ അടുത്ത 180 ദിവസത്തിനും കൂടി റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം കുറ്റകൃത്യത്തിൽ പെട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ജയിലിൽ കിടന്ന് അതിൻ്റെ ശിക്ഷാവിധി വരുന്നവരെയും ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതും കൂടിയാണ് അതിലൊരു അപകടമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മേജർ കുറ്റകൃത്യം ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ആദ്യം ചെറിയ കുറ്റങ്ങൾ ചെയ്ത ആളാണ് പിന്നീട് മേജർ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരിക്കലും ചെയ്യാതിരിക്കൽ തന്നെയാണ് ഒരാളുടെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗം.
പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മേജർ കുറ്റകൃത്യം ചെയ്യുന്ന ആളെ വേണമെങ്കിൽ ആളുടെ സാമ്പത്തിക സ്രോതസ്സ് അന്വേഷിക്കാനായിട്ടുള്ള അധികാരം അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. അപ്പോൾ 6 വർഷം മുമ്പ് ഇദ്ദേഹം എന്തെല്ലാം സ്ഥാവര ജംഗമ വസ്തുക്കൾ ആർജിച്ചെടുത്തിട്ടുണ്ടോ അതെല്ലാം അന്വേഷിക്കാനും അത് മയക്കുമരുന്ന് വ്യാപാരത്തിൽ നിന്നാണ് പിടിച്ചതെങ്കിൽ അത് കണ്ടുകെട്ടാനുള്ള അധികാരം അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. അപ്പം അങ്ങനെ അത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെന്നൈയിലെ കോമ്പിറ്റൻ്റ് അതോറിറ്റിയെ അറിയിക്കുകയും പിന്നീട് ഇത് മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെയല്ല സമ്പാദിച്ചെന്ന് തെളിയിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ കുടുംബക്കാർക്കാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം കോംപ്ലിക്കേഷൻസ് ധാരാളമുള്ള നിയമങ്ങളാണ് NDPS ആക്റ്റിലുള്ളത്. ഇനി ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് പറയാം. ഇങ്ങനെ വ്യാപനത്തിലേക്ക് പോകുന്ന കാര്യത്തിനെ പ്രതിരോധിക്കാനായിട്ട് നിലവിലുള്ള പദ്ധതി നന്നായി കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് എക്സൈസ് വകുപ്പ് തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ എക്സൈസ് വകുപ്പിൻ്റെ ഉന്നത അധികാരികളിൽ നിന്ന് കൃത്യമായി തന്നെ അതിനുള്ള നിർദ്ദേശങ്ങൾ വരാറുണ്ട്. ഇതേപോലെ തന്നെ കഠിനമായിട്ട് ശിക്ഷിക്കുന്ന വകുപ്പുകളുള്ള ആക്റ്റുകളാണ്. പ്രധാനമായിട്ടും കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ 2 ആക്റ്റുകളാണ് ഞാൻ പറയുന്നത്. സെക്ഷൻ 77 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഒരു കുട്ടിക്ക് സിഗരറ്റോ പുകയില ഉൽപ്പന്നങ്ങളോ മദ്യമോ മയക്കുമരുന്നോ മറ്റ് നിരോധിക്കപ്പെട്ട വസ്തുക്കളോ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 വർഷത്തെ കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ്. റിമാൻഡ് ചെയ്യും അത്തരത്തിൽ പിടിക്കുന്ന ഒരാളെ. ഞാൻ പറയുന്നത് ഒരു സിഗരറ്റ് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ആളുടെ അവസ്ഥയാണ് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി കാട്ടൂർ SHO ഹാൻഡ്സ് ഒരു കുട്ടിക്ക് കൊടുത്തു എന്നുള്ള കേസിൽ ഒരു പാക്കറ്റ് ഹാൻഡ്സ് കൊടുത്തതിന് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. JJ ആക്ട് പ്രകാരമാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി ഈ അടുത്ത് നടന്ന ഒരു കൊലപാതകം 10ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിൽ അതിൽ കുറ്റാരോപിതരായ കുട്ടികൾക്ക് അവർക്ക് കിട്ടിയിരിക്കുന്നതും JJ ആക്ട് പ്രകാരമുള്ള നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തിട്ട് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജുവനൈൽ ഹോമിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ചെറിയ കുട്ടികളും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പണിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ശിക്ഷിക്കുന്ന വകുപ്പുകൾ കൂടി ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സേവനമാണ് 14405 14405 വിമുക്തി ടോൾ ഫ്രീ നമ്പർ. ഈ ടോൾ ഫ്രീ നമ്പറിലൂടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ മൂലമോ മദ്യത്തിൻ്റെ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആളുകൾക്ക് ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് വിശദമായ കൗൺസിലിംഗ് അവർക്ക് അതിലൂടെ ലഭിക്കുന്നതാണ്.